അന്തർദേശീയ ജിയു-ജിറ്റ്സു വേദികളിൽ ഇന്ത്യയുടെ അഭിമാനമായി മാറിയ യുവതാരം രോഹിണി കലാം വീട്ടിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയ സംഭവം രാജ്യത്തെ കായിക ലോകത്തിന് വലിയ ആഘാതമായി മാറിയിരിക്കുകയാണ്. മധ്യപ്രദേശിലെ സ്വന്തം വീട്ടിൽ വെച്ചാണ് ഞായറാഴ്ച രോഹിണിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കായിക രംഗത്ത് വലിയ സ്വപ്നങ്ങളുമായി മുന്നോട്ടു പോവുകയായിരുന്ന ഒരു അത്ലറ്റിനെ അപ്രതീക്ഷിത വിയോഗം ദുരൂഹതകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. കായിക രംഗത്ത് വലിയ സ്വപ്നങ്ങളുമായി മുന്നോട്ടു പോവുകയായിരുന്ന ഒരു അത്ലറ്റിന്റെ അപ്രതീക്ഷിത വിയോഗം ദുരൂഹതകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. മധ്യപ്രദേശിലെ രാധാഗഞ്ചിലെ അർജുൻ നഗറിലുള്ള കുടുംബ വീട്ടിൽ വെച്ചാണ് ഈ ദുരന്തം സംഭവിച്ചത്. ഞായറാഴ്ചയായിരുന്നു രോഹിണിയുടെ മരണം. താരത്തിന്റെ ഇളയ സഹോദരി റോഷ്നി കലാമാണ് കുടുംബ വീട്ടിലെ മുറിയിൽ രോഹിണിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു കഴിഞ്ഞതായി ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. സംഭവം നടക്കുമ്പോൾ രോഹിണിയുടെ അടുത്ത ബന്ധുക്കൾ സ്ഥലത്തുണ്ടായിരുന്നില്ല. അത്ലറ്റ് താരത്തിന്റെ അമ്മയും ഒരു സഹോദരനും അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ ദർശനത്തിനായി പോവുകയായിരുന്നു. ബാങ്ക് ജീവനക്കാരനായ പിതാവും വീട്ടിൽ നിന്ന് പുറത്തുപോയിരുന്നു. വീട്ടിൽ മറ്റാരുമില്ലാത്ത ഒരു സമയത്താണ് രോഹിണി കടുംകൈ ചെയ്തതെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവം അറിഞ്ഞ് പോലീസ് ഉടൻ തന്നെ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി. എന്നാൽ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങൾ വ്യക്തമാക്കുന്ന ആത്മഹത്യാ കുറിപ്പുകളൊന്നും തന്നെ സംഭവ സ്ഥലത്ത് നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചത്. ഇത് കേസിന്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നുമുണ്ട്. കായിക രംഗത്ത് സജീവമായിരിക്കുമ്പോഴും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി രോഹിണി ഒരു സ്വകാര്യ സ്കൂളിൽ ആയോധന കലാ പരിശീലകനായി ജോലി ചെയ്തിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലമായി രോഹിണി കടുത്ത ജോലി സംബന്ധമായ സമ്മർദ്ദത്തിലായിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഈ സമ്മർദ്ദങ്ങൾ തന്നെയാകാം താരത്തെ ഇത്തരമൊരു കടുങ്കൈയിലേക്ക് നയിച്ചതെന്ന സംശയങ്ങൾ ബലപ്പെടുത്തുന്നതാണ് കുടുംബാംഗങ്ങളുടെ വെളിപ്പെടുത്തലുകൾ. രോഹിണിയുടെ മരണത്തിന് പിന്നിൽ സ്കൂളിലെ പ്രിൻസിപ്പലിന് പങ്കുണ്ടെന്ന് സഹോദരി റോഷ്നി കലാം ആരോപിച്ചു. പ്രിൻസിപ്പൽ രോഹിണിയെ നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നുവെന്നും ഇത് രോഹിണിയുടെ മാനസിക നിലയെ ബാധിച്ചിരുന്നുവെന്നും സഹോദരി വെളിപ്പെടുത്തി. ഈ ആരോപണങ്ങൾ കേസിൽ നിർണായക വഴിത്തിരിവായേക്കാം. ജോലിസ്ഥലത്തെ പീഡനങ്ങൾ രോഹിണിയുടെ കായിക ജീവിതത്തെയും സ്വകാര്യ ജീവിതത്തെയും സാരമായി ബാധിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. പോലീസ് ഈ ആരോപണങ്ങളെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 5 മക്കളിൽ മൂത്തയാളായിരുന്നു രോഹിണി കലാം. കായിക രംഗത്ത് വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കിയെങ്കിലും വ്യക്തിപരമായ ജീവിതത്തിൽ രോഹിണിക്ക് ചില കടുത്ത നിലപാടുകൾ ഉണ്ടായിരുന്നു. പലപ്പോഴും വിവാഹാലോചനകളെ രോഹിണി എതിർത്തിരുന്നുവെന്ന് പിതാവ് ചൂണ്ടിക്കാട്ടി. ഒരു സാധാരണ ജീവിതത്തെക്കാൾ ഉപരി IPS ഓഫീസർ ആകണമെന്ന ലക്ഷ്യത്തോടെയാണ് അവൾ ജീവിച്ചിരുന്നത്. ഈ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള കഠിന ശ്രമത്തിനിടയിലാകാം രോഹിണിക്ക് ജോലി സ്ഥലത്ത് നിന്നും മറ്റു തരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങൾ നേരിടേണ്ടി വന്നത്. കഴിഞ്ഞ 5 മാസങ്ങൾക്ക് മുമ്പ് രോഹിണി വയറ്റിലെ മുഴ നീക്കം ചെയ്യുന്നതിനായി ഒരു ശസ്ത്രക്രിയയ്ക്ക് വിധേയയായിരുന്നു. താരത്തിന്റെ ആരോഗ്യനിലയെ ഈ ശസ്ത്രക്രിയ ബാധിച്ചിരുന്നു. ജോലി സംബന്ധമായ കടുത്ത സമ്മർദ്ദങ്ങളാണ് അവളെ രോഗത്തിന്റെ വക്കിലെത്തിച്ചതെന്നും കുടുംബം വിശ്വസിക്കുന്നുമുണ്ട്. ശാരീരികമായ ബുദ്ധിമുട്ടുകളും മാനസികമായ സമ്മർദ്ദങ്ങളും ഒരുമിച്ച് വന്നപ്പോൾ രോഹിണി കടുത്ത പ്രതിസന്ധിയിലായിരിക്കാം. ബ്രസീലിയൻ സ്വയം പ്രതിരോധ ആയോധന കലയും പോരാട്ട കായിക ഇനവുമായ ജിയു-ജിറ്റ്സുവിലെ പ്രമുഖ താരമായിരുന്നു രോഹിണി കലാം. ദുർബലനായ വ്യക്തിക്ക് വലിയ ശക്തനായ ഭാരമേറിയ എതിരാളിയെ വിജയകരമായി പ്രതിരോധിക്കാൻ കഴിയുമെന്ന ആശയത്തെ ചുറ്റിപ്പറ്റിയാണ് ഈ ആയോധന കല വികസിപ്പിച്ചത്. രോഹിണിയുടെ കരിയറിലെ ശ്രദ്ധേയമായ നേട്ടമായിരുന്നു അത്. 2007 രോഹിണി തന്റെ കായിക ജീവിതം ആരംഭിച്ചത്. 2015 പ്രൊഫഷണൽ ജിയു-ജിറ്റ്സു കരിയറിലേക്ക് ചുവടുമാറ്റി. 2023 ഏഷ്യൻ ഗെയിംസിൽ ജിയു-ജിറ്റ്സു ഇനത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തതോടെയാണ് രോഹിണി ദേശീയ തലത്തിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. ദേശീയ നേട്ടങ്ങൾക്കപ്പുറം അന്താരാഷ്ട്ര തലത്തിലും രോഹിണി ഇന്ത്യയുടെ അഭിമാനം ഉയർത്തി. ഹാങ്ഷോവിൽ നടന്ന 19ാമത് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് കൂടാതെ ബർമിംഗ്ഹാമിൽ നടന്ന ലോക ഗെയിംസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏക ഇന്ത്യൻ അത്ലറ്റ് എന്ന അപൂർവ നേട്ടവും അവർക്ക് സ്വന്തമാണ്. 2022 തായ്ലൻഡ് ഓപ്പൺ ഗ്രാൻഡ് പ്രിക്സ് 48 കിലോഗ്രാം വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടി. അതോടൊപ്പം 2024 8ാമത് ഏഷ്യൻ ജിയു-ജിറ്റ്സു ചാമ്പ്യൻഷിപ്പ് ഡ്യുവോ ക്ലാസിക് ഇനത്തിൽ മറ്റൊരു വെങ്കലവും നേടി. ഈ നേട്ടങ്ങൾ രോഹിണിക്ക് ജിയു-ജിറ്റ്സു രംഗത്തെ മികച്ച താരമെന്ന സ്ഥാനം ഉറപ്പിച്ചു നൽകി. വലിയ ഉയരങ്ങളിലേക്ക് പറന്നുയരേണ്ടിയിരുന്ന ഒരു കായിക പ്രതിഭയുടെ അപ്രതീക്ഷിത വിയോഗം ഇന്ത്യൻ കായിക രംഗത്തിന് ഒരിക്കലും നികത്താനാവാത്ത ഒരു നഷ്ടമാണ്. കായിക താരത്തിന്റെ മരണം സംബന്ധിച്ച് പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സംഭവ സ്ഥലത്ത് നിന്ന് ആത്മഹത്യാക്കുറിപ്പ് ലഭിക്കാത്ത സാഹചര്യത്തിൽ ജോലിസ്ഥലത്തെ സമ്മർദ്ദം സംബന്ധിച്ച ആരോപണങ്ങൾ, കുടുംബാംഗങ്ങളുടെ മൊഴികൾ, മറ്റു വ്യക്തിപരമായ കാരണങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചായിരിക്കും അന്വേഷണം. പോസ്റ്റ്മോർട്ടം പരിശോധനാ റിപ്പോർട്ടുകൾ ലഭിച്ച ശേഷമേ മരണത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ സാധിക്കുമെന്നും പോലീസ് അറിയിച്ചു. താരത്തിന്റെ മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ തെളിവുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കാനും ജോലി ചെയ്ത സ്ഥാപനത്തിലെ അധികൃതരെ ചോദ്യം ചെയ്യാനും സാധ്യതയുണ്ട്. രോഹിണിക്ക് നീതി ലഭിക്കാനുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ കുടുംബവും കായിക ലോകവും.